ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട്സ് കേസിൽ കണ്ടെത്തി. റോഹ്തക് ജില്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, എങ്ങനെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ഹരിയാനയിൽ നിന്നും എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തക ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഹിമാനി നർവാളിൻ്റെ മൃതദേഹം ഇപ്പോൾ ഒരു സ്യൂട്ട് കേസിൽ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത് ഈ ദുപ്പട്ട ഉപയോഗിച്ചുകൊണ്ട്, അതായത് വസ്ത്രത്തിൻ്റെ ദുപ്പട്ട ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റോഹ്തക് ജില്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഇതിലൊരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നൊരു സംശയം മാത്രമാണ്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോഹ്താങ്ങിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇവർ ഒരു സജീവ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിലടക്കം രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രചരണത്തിന് പങ്കെടുത്ത വിഷ്വലൊക്കെ തന്നെയും കാണുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും ഉന്നതതല അന്വേഷണം വേണമെന്ന് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ടിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു കൃത്യമായി എന്താണ് ഏത് തരത്തിലാണ് ഈ കൊലപാതകം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആര്യ, ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്വാതി? മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു? അത്തരത്തിൽ എന്തെങ്കിലും വിവരം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. കുടുംബത്തിൻ്റെ അടക്കം ബന്ധുക്കളുടെ അടക്കം പ്രതികരണങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ആരെങ്കിലുമായിട്ടുള്ള വ്യക്തിവൈരാഗ്യമോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന് ശേഷം ഇതിൽ ഒരു കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള ഒരു നിഗമനങ്ങളിലേക്കും ഇപ്പോൾ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി ബോഡി ഇപ്പോൾ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം ഇത് ഏത് തരത്തിൽ ഈ കൊലപാതകം നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയോഗിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുക. ആര്യ.